നമ്മളെ ഒരു സെർവോ മോട്ടർ വാങ്ങിയിട്ടുണ്ട് പുതിയത്, മെറ്റൽ ഗിയറാണ്. അപ്പോൾ വണ്ടിയിൽ വെച്ചിരിക്കുന്നത് മൈക്രോ സെർവോ ഉണ്ട്. അത് നല്ല ലോഡൊന്നും എടുക്കുന്നൊന്നുമില്ല. അത് നമ്മുടെ സ്റ്റിയറിംഗ് ആംഗിളൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പുതിയ ഒരെണ്ണം വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. സെയിം സെർവോ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യത്തില്ല. ഇത് 3 വയർ സെർവോ ആണ് വരുന്നത്. ഇതതിൻ്റെ ആംസും സ്ക്രൂസും ഉണ്ട് ഈ പാക്കറ്റിനകത്തിൽ. നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കിത് ഈ ഇരിക്കുന്ന സെർവോ ഉണ്ടല്ലോ, ചെറുതാണ്, മൈക്രോ സെർവോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് മാറിയിട്ട് വേണം, അത് മാറ്റി ഈ പുതിയ സെർവോ നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം. അത് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. മറ്റേ ചെറുതാകുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ആകുമായിരുന്നു. ഇത് ഇത്തിരി വലുതായതുകൊണ്ട് അതിൻ്റെ 2 സ്റ്റെമ്മ് മിക്കവാറും കട്ട് ചെയ്ത് കളഞ്ഞ് സെറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമുക്കൊന്ന് ഓണാക്കാം. ഇനി നമുക്ക് റിമോട്ട് ഓണാക്കാം. റിമോട്ട് ഓണായി കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ട്, ഈ ഒരു ആംഗിളിൽ ഇത് തിരികത്തുള്ളൂ. ചെറിയ സെർവോ ആയതുകൊണ്ട് അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് പുതിയ സെർവോ അവിടെ ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ബോഡി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന സെർവോയുടെ വയർ നമുക്ക് ഊരിയിട്ട് പുതിയ സെർവോയുടെ അവിടെ സെറ്റ് ചെയ്യണം. ഇതാണ് സെർവോയുടെ വയർ. നമുക്കത് റിസീവറിൽ നിന്ന് ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിയ സെർവോ അതിൽ കണക്ട് ചെയ്യാം. ഇതിൽ മഞ്ഞ വയറുണ്ടല്ലോ, അതാണ് സിഗ്നൽ വയർ. അത് നോക്കി കണക്ട് ചെയ്യണം അതിനകത്ത്. അതവിടെ സെറ്റായിട്ടുണ്ട്. ഇതിനെ ഓണാക്കാം. കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് അതിനകത്തിലൊരു ആം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതവിടെ സെറ്റ് ചെയ്യാം, അപ്പോൾ കാണാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ഫിക്സ് ചെയ്യുന്നത് കാണിക്കാം.